ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ കാണിക്കുന്നത്. അത് റെനക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണിത്. ഹെയ്സുവാണ് അച്ചുകുട്ടിയാണ് ചിരിച്ചു ചിരിച്ചു. അപ്പോൾ രാവിലെ മോനെ എണീറ്റ ഉടനെ തന്നെ ഫീഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ കുറുക്കൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കോറയും ക്യാരറ്റും കൂടി ഇട്ടിട്ടാണ് ഇന്ന് മോന് കുറുക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 3 days കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ വയറൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഏതാണെങ്കിലും പുതിയതായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ കോറയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് 7th month തന്നെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിപ്പോൾ എൻ്റെ മോന് 8th month ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യുന്നത്. ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള വേറൊരു കുറുക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ആഗ്രഹമുള്ളവർ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റാക്കി അടിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മോന് കൊടുക്കാം. പിന്നെ ചിലർ ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ കാലിൽ കിടത്തി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ കിടന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതും വെള്ളം പോലെയുള്ള ഫുഡ് കിടന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കുണ്ടാവുക. അപ്പോൾ മോന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പണികളുണ്ട്. ബിരിയാണി ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവനും കൂടെ എണീറ്റിരുന്നാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അവനെ ഉറക്കിയിട്ടുണ്ട്. ഇനി മെല്ലെ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ട ബിരിയാണിയും പായസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അമ്മയാണ് പായസം ഉണ്ടാക്കുന്നത്. അരി കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഒന്നും കഴിച്ചില്ലെങ്കിലും പായസമാക്കി കൊടുത്താലും മതി. അരിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കളർ ആഡ് ചെയ്യും. ഒരു പിങ്കിഷ് കളർ വരാനും വേണ്ടിയിട്ട് കളർ ആഡ് ചെയ്യുന്നതിന് പകരം സാധാരണ ഫുഡ് കളറാണ് ആഡ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് അതിൻ്റെ ആ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഉള്ള കളറിൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളി ഒരു പിങ്കിഷ് കളർ പായസത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം കുറുകി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലാഗായി പോവുകയും ചെയ്യും. പിന്നെ എനിക്ക് ഇത് കൈ പിടിച്ചുകൊണ്ട് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് റെഡിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണീൻ്റെ കാര്യമാണ്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒക്കെ കൂടെ എല്ലാം കൂടെ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് കുക്കുംബർ വെച്ചിട്ട് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫുഡ് കഴിക്കുന്ന സമയത്ത് സാലഡായിട്ട് അവരത് എടുത്ത് കഴിച്ചോളും. വേറെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾ അതൊക്കെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇത് നമ്മൾ സാലഡാണ് ഉണ്ടാക്കുന്നത്. ഇതിവിടെ ബിരിയാണിക്ക് മസ്റ്റാണ്, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചൊരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യും, കുറച്ച് കുക്കുംബറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. മൊജിറ്റോ എന്ന് പറയാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിനും നല്ലതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുതിന ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനത് പുതിന പോയി പറിക്കാൻ പോയതാണ്. കുറച്ചൊക്കെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പം മഴയൊക്കെ ആയിട്ട് ഒരുപാട് വെള്ളം തട്ടിയിട്ടാണ് തോന്നുന്നു. എന്നാലും നമുക്ക് ഇന്ന് ആവശ്യത്തിന് ജ്യൂസ് അടിക്കാനുള്ള പുതിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മിൻറ്റ് ജ്യൂസ് പൊതുവേ നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിന, ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ വേണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കുകയാണ് വേണ്ടത്. എൻ്റെ ചെറുനാരങ്ങ നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളറ്. വേറെ വാങ്ങാൻ പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിലുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു.
അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് കഷ്ണം, ചെറിയൊരു കഷ്ണം നമ്മൾ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കളറ് ഒന്ന് വരാനും വേണ്ടിയിട്ടാണ്, വൈറ്റിഷ് ആയിട്ട് തന്നെ ഇരിക്കാതെ ഒരു പിങ്ക് കളർ ജ്യൂസ് ആവാനായിട്ടാണ് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് മുളകിൻ്റെ ഉള്ളിൽ തരി ഇട്ട് കൊടുക്കരുത് കേട്ടോ. മുളകിൻ്റെ ആ സൈഡ് പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ചെറിയ കഷ്ണം. ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ ഇതിൻ്റെ നീര് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി അത് അരിച്ച ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക, ഫുള്ളായിട്ടല്ല. ഇനി ഇതിലേക്ക് നമ്മൾ സോഡയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതൊരു എസൻസ് പോലെ കണക്കാക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് ഭാഗത്ത് അളവിന് ആവശ്യത്തോളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ ഞാൻ അഡീഷണലായിട്ട് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ മാത്രം സ്പെഷ്യലാണ് കേട്ടോ. ഇതെന്താണെന്നുള്ളത് മനസ്സിലായോ? ഇതാണ് ചാറ്റ് മസാല പൗഡറാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഒരു എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബാക്കി കുറച്ചും കൂടെ സോഡ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ദഹിക്കാനും ഒക്കത്തിനും ഹെൽപ്പാവും, നമ്മൾ ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ. ഇനി ഇത് പഞ്ചസാര പൊടിച്ചതാണ്. നമുക്ക് പഞ്ചസാര തികയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് വയ്ക്കാം, എന്നിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്ത് വേണം? ജ്യൂസ് അല്ലെങ്കിൽ ഇല്ല, ജ്യൂസ് ഇല്ല. അപ്പം അപ്പോൾ ഇക്കാക്ക് ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ വെറുംചോറ് എന്തായാലും വേണം, വെള്ളച്ചോറ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് ചെമ്മീനാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് ഒരു 2-3 ദിവസം ഫ്രീസറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്മീൻ ഇക്കാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഓൾറെഡി ഞാൻ ചെമ്മീനൊന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് ഗ്രേവി ചെറുതായിട്ടൊന്ന് ആക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി വഴന്നതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളി തക്കാളി ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നോർമലി ചെമ്മീൻ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും ഈ ഒരു ഉള്ളീൻ്റെ ഒക്കെ ഗ്രേവിയും ഒക്കെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നോർമലി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തികയില്ല, അത്രയും കുറവായിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഗ്രേവിയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് രാത്രിക്കോ വൈകുന്നേരത്തിനോ ഒക്കെ കുറേ ആയിട്ട് കിട്ടും. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഡെയിലി എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചേനയും കൂടെ ആക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡെയിലി വെജിറ്റബിൾ കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എണ്ണയിൽ പൊരിച്ച് കഴിഞ്ഞാൽ അത്ര ഹെൽത്തി അല്ല എങ്കിൽ പോലും ഇന്ന് ഞാൻ ചേന എണ്ണയിലൊക്കെ പൊരിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്.
അപ്പോൾ ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ മോന് അടുത്ത ഫുഡാണ്. ഇതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത്. മോന് കയ്യിലുള്ളത് കൊണ്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് അത് ക്യാമറ ഇതിനകത്ത് വെച്ച് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സൈഡിൽ വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റാണ് ഞാൻ അരിഞ്ഞിടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ബീൻസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ട് അരിഞ്ഞിടുക. അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും ഫസ്റ്റ്. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കോറയോ അല്ലെങ്കിൽ കായപ്പൊടി എന്തെങ്കിലും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേകാനും മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അവൾ എണീറ്റിട്ടുണ്ട്. മോനും കയ്യിലുണ്ട്, അപ്പോൾ രണ്ടുപേരെയും കൂടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കോറ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് അരച്ചിട്ടാണ് ഉണ്ടാക്കുക, അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചണ്ടികളൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ടാണ് കേട്ടോ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ കുറേ പൊടിക്കല്ല, അരച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് നമ്മൾ റിസ്ക് എടുത്താലും അവർക്ക് അസുഖങ്ങളൊന്നും വരില്ല, ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോറയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോറ കലക്കിയത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ കട്ട പിടിച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണ് അതാവുക. നമ്മളെപ്പോഴും പേസ്റ്റ് ഇത് സ്മൂത്തായിട്ടുള്ള കുറുക്കായിട്ട് കിട്ടണം. അതല്ലെങ്കിലാണ് കുട്ടികൾ ഫുഡ് കഴിക്കാതിരിക്കുക. നമ്മളിത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ്, അതായത് കഴിക്കാൻ പറ്റാത്ത പോലെ ഒരു വഴുവഴുപ്പൊക്കെ ആയി തുടങ്ങും കേട്ടോ. അതുപോലെ ആറാൻ വെക്കുമ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതൊരു ജെല്ലി പോലെ ആവും, കുട്ടികൾ പെട്ടെന്ന് കഴിക്കില്ല. ഇതാവുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഉണ്ടാവും, അതുകൊണ്ട് എന്തായാലും കുട്ടികൾ കഴിക്കും. ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിക്കുകയാണ് വേണ്ടത്. പിന്നെ ചില അമ്മമാർ ചെയ്യുന്നൊരു വെടിത്തരം എന്താണെന്ന് വെച്ചാൽ കോറയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈയിൽ വെച്ചിട്ട് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്മിൽ വെച്ചിട്ട് വേണം എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഉള്ളതാണ്. അത് ഇനി നന്നായിട്ട് ആറിയതിന് ശേഷമാണ് മോന് കൊടുക്കുക. അത് മാന അല്ല അല്ല മമ്മ അത് കൊക്കാൻ പാടില്ല. കൊഞ്ച് അവനെ കൊഞ്ചുമോ? ആരിത്? കരയണ്ടാ, കൊറേ മമ്മ തരാ, ചൊത്തു കരയണ്ടാ. അപ്പോൾ മോളുടെ ബർത്ത്ഡേ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റേനക്കുട്ടിയുടെ പഠിക്കാനുള്ള ഫോണിലാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി
കൊടുത്തു. താങ്ക് യു. ഞാൻ കേക്കൊന്നും അധികം കഴിക്കലില്ല. കഴിച്ചോ? ഞാൻ എപ്പോഴും നിസ്കരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മടിയിൽ വന്നിരുന്ന് ദുആ ചെയ്യണ എൻ്റെ മോളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ചെറുതെന്ന് മടിയിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയത് കൊണ്ട് അവൾ അങ്ങനെ ശീലിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് അത്തയ്യാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് എൻ്റെ കൂടെ ദുആ ചെയ്യും കേട്ടോ. അപ്പോൾ രാത്രിയത്തെ ഫുഡാണ് നമ്മുടെ ചെമ്മീനും നമ്മുടെ ചോറും. അപ്പോൾ എൻ്റെ മോൻ ചെയ്തതാണ്. വലിയൊരു പപ്പടം എടുത്തിട്ട് അതിനകത്ത് ചോറൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെമ്മീൻ ഇട്ട് വെച്ചിട്ട് അവന് ഒരു എന്തോ ഡിഫറെൻ്റായിട്ട് അവൻ അലങ്കരിച്ച ഒരു ഫീലായിരുന്നു അവന്. അപ്പോൾ അത് ജസ്റ്റ് അമ്മി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ രാത്രിയത്തെ ഫുഡ് കഴിക്കലാണ്. എല്ലാവരും ഹോട്ട് ബോക്സിലും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. താഴേക്ക് ഇരുന്നിട്ടാണ് മോളും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇക്കാൻ്റെ ഫേസ് കാണിക്കുന്നില്ല എന്ന് എല്ലാവർക്കും കംപ്ലൈൻ്റ് ആയിരുന്നു. അത് എപ്പോൾ സമ്മതിക്കുന്നോ അപ്പോഴേ ഞാൻ കാണിക്കുള്ളൂ. അല്ലാതെ ഒരാളുടെ ഇഷ്ടമില്ലാതെ ചെയ്യുന്നത് അത് ഹസ്ബൻഡ് ആണെങ്കിലും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ ഒരേ വീട്ടിൽ തന്നെയാണ് താമസം, ഒരു കുഴപ്പമില്ല. ചിലർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഫേസ് കാണിക്കാൻ ഒരു മടിയുള്ളതുകൊണ്ട് മാത്രമാണ്. എന്ത് കഴിഞ്ഞ ചോറ് ഈ കമന്റ്സ് നമ്പർ കിട്ടും കിട്ടില്ല. ബാഡ് കമന്റ്സ് ഇട്ടാ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതാ കുട്ടി വീഴും. വേണ്ട എരിയും ഇല്ല. വെള്ളം തരാം. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇതിന് പൊറോട്ട ആണോ?